ഹൃദയത്തിൽ പതിഞ്ഞത്. രചന ശ്രീ ബിജു പി കൊഴുമൽ. ശബ്ദം ലിനേഷ് കണ്ണൂർ. ക്യാൻസർ വാർഡിന്റെ വരാന്തയിലാണ് ആ അമ്മയെ ഞാൻ ആദ്യമായി കാണുന്നത്. ഹാൻസും കഞ്ചാവും കുത്തി നിറച്ച് വായയ്ക്കുള്ളിൽ അർബുദം കൊടികുത്തിയ ഒറ്റ മകന്റെ അവശേഷിക്കുന്ന പാതിജീവന് കവലായി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളിൽ ഓടി ഓടി തളർന്നൊരമ്മ. ചിതറിയ കൂട്ടുബന്ധങ്ങൾക്കിപ്പുറം മരണത്തിന്റെ നേർത്ത കാലൊച്ച പതിഞ്ഞു തുടങ്ങിയ ആ ഒറ്റമുറിക്കുള്ളിൽ കുറ്റബോധത്തിന്റെ പടുതിരി കത്തിയിറങ്ങിയ മകൻ അമ്മയുടെ കൈകൾ ഇറുകെ ചേർത്ത് പിടിക്കുമ്പോഴും ഉറവ വറ്റി വിളറിയ കണ്ണുകളോടെ ആ അമ്മ നിസ്സഹായതയുടെ കൊടും ചൂടിൽ ഉരുകിയൊലിക്കുന്നത് ഞാൻ കണ്ടു. തുടർ ചികിത്സയുടെ പുതിയ ഘട്ടത്തിലേക്ക് ഒരിഞ്ചു കടക്കുവാൻ കഴിയാതെ ചുളിവ് വീണ കഴുത്തിലെ അഴുക്കുമൂടിയ മഞ്ഞച്ചരടിലും ചെവിയിലെ കമ്മൽ കുഴിക്കുള്ളിൽ വേരിറങ്ങിയ തുളസി കതിർക്കുറ്റിയിലും ജീവിതം വിറങ്ങലിച്ച് നിൽക്കുന്നത് പോലെ ആരോഗ്യ കാർഡിന്റെ പരിധിക്കുമപ്പുറത്ത് ക്യാൻറ്റീനിലെ ഉച്ചഭക്ഷണത്തിന് പൈസയില്ലാതെ കയ്യിലെ പ്ലാസ്റ്റിക് കുപ്പിയിലെ അവസാന തുള്ളിയും കുടിച്ചു വറ്റിച്ച് തളർന്നിരിക്കുമ്പോഴാണ് ഞാൻ ആ അമ്മയെ പിന്നെയും കാണുന്നത്. എൻ്റെ കൂടെയിരുന്ന് വിറയാർന്ന കൈകളാൽ ക്യാൻറ്റീനിലെ ആഹാരം പതിയെ വാരിക്കഴിക്കുമ്പോഴും മകന്റെ കുത്തഴിഞ്ഞ ജീവിത വഴികളുടെ ഭാണ്ഡക്കെട്ട് എനിക്ക് മുന്നിൽ തുറന്നിടുമ്പോഴും ദാരിദ്ര്യം തിന്ന് വീർത്ത കണ്ണുകളിൽ ഒരു കാർമേഘക്കെട്ട് കൂടൊരുക്കിയത് ഒരു നൊമ്പരമായി ഉള്ളിൽ പെയ്തിറങ്ങുന്നുണ്ട് ഇപ്പോഴും. ഒരുപക്ഷേ ഇനിയൊരു പുതുജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആ അമ്മയ്ക്ക് നഷ്ടപ്പെടുത്തിയതൊക്കെയും തിരിച്ചു നൽകുമെന്ന വാക്ക് നൽകിയ മകന്റെ തിരിച്ചറിവിന്റെ പ്രതീക്ഷ മനസ്സിൽ ബാക്കി നിർത്തിയാണ് ഞാൻ ആ അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങിയത്. എങ്ങനെയാണ് ആ അമ്മയുടെ കണ്ണീരിൽ എൻ്റെ ഹൃദയം മുടക്കി നിന്നത് അറിയില്ല. ഒരുപക്ഷേ ചെറുപ്രായം മുതലേ പണിയെടുത്ത് പോറ്റി വളർത്തിയ ഒരമ്മയുടെ മകനായതുകൊണ്ടാവാം.